ഏവർക്കും നസ്രയനായ യേശുവിൻ്റെ നാമത്തിൽ, മനുഷ്യപുത്രൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞായറാഴ്ച തോറുമുള്ള നമ്മുടെ വേദപുസ്തക ധ്യാനത്തിൻ്റെ ഈ ഞായറാഴ്ചയുടെ ഭാഗം അതിനാസ്പദമായി ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യം. കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടവന് ഈ മൂവരിൽ ഏവൻ കൂട്ടുകാരനായി തീർന്നു എന്ന് നിനക്ക് തോന്നുന്നു. ഇതിൻ്റെ പശ്ചാത്തലം നമുക്ക് അറിയാവുന്നതാണ്. ഒരു ന്യായശാസ്ത്രി യേശുവിനെ ജനങ്ങളുടെ മുമ്പിൽ വെച്ച് അധിക്ഷേപിക്കുന്നതിന് അവനോട് ഒരു ചോദ്യം ചോദിക്കുന്നു. ആ ചോദ്യം എന്താണ് എന്ന് ഇവിടെ 25-ാം വാക്യത്തിലുണ്ട്. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവന് അവകാശിയായി തീരുവാൻ എന്തു ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. ഞാൻ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചതുകൊണ്ട് ആളുകൾ പല വിധത്തിൽ ചോദ്യം ചോദിക്കുമെന്നത് അനുഭവത്തിൽ എനിക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ കഴിയും. അതിൽ തന്നെ സങ്കീർണവും വളരെ രസകരവുമായൊരു വിഷയമാണ്. അത് മറ്റൊരു തരുണത്തിൽ കൈകാര്യം ചെയ്യുന്നതാകും ഉത്തമം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ഈ സംഭവത്തിൻ്റെ ഒരു പ്രത്യേകതയുള്ള വശം മാത്രമാണ് കേന്ദ്രബിന്ദുവായി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ന്യായശാസ്ത്രി എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഇത് വളരെ വ്യക്തമായി ധരിച്ചെങ്കിൽ മാത്രമേ യേശു എന്തുകൊണ്ടാണ് ഈ സംഭവത്തെ, ഈ സാഹചര്യത്തെ ഇപ്രകാരം കൈകാര്യം ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുകയുള്ളൂ. ഞാൻ ഈ ഒരു ഭാഗത്തെപ്പറ്റി, അതായത് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കി അനേകം വചന ശുശ്രൂഷകൾ, പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ദുഃഖകരമെന്ന് പറയേണ്ടി വന്നതിൽ ദുഃഖിക്കുന്നു. ഇതിൻ്റെ യഥാർത്ഥ അർത്ഥം വെളിപ്പെടുത്തുന്ന ഒരു ധ്യാനവും ഒരു സുവിശേഷ പ്രസംഗവും നാളിതുവരെ എനിക്ക് കേൾക്കാൻ ഇടയായില്ല. നിങ്ങൾക്ക് ഇടയായെങ്കിൽ അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതുകൊണ്ടാണ് ഇതിൽ മറച്ചു വയ്ക്കപ്പെട്ട അല്ലെങ്കിൽ മറന്നുപോയ വശങ്ങൾ, അത് ഈ സംഭവത്തിൻ്റെ ആത്മീയ ആശയത്തോട് വളരെ വളരെ അടുത്ത് നിൽക്കുന്നതാകയാൽ അവയെ വീണ്ടും ഒന്ന് ഓർക്കുന്നതിനും, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ പൂർണ്ണമായ ഒരു അറിവ്, ഒരു മനസ്സിലാക്കുന്ന അവസ്ഥ ഈ സംഭവത്തെപ്പറ്റി ഉണ്ടാകുവാൻ അല്ലെങ്കിൽ പ്രാപിക്കുവാൻ ഇടയാകും എന്ന പ്രതീക്ഷയിലാണ് നാം ഇപ്പോൾ ഈ ഭാഗം വീണ്ടും പരിഗണിക്കുന്നത്. അപ്പോൾ ഇത് ന്യായശാസ്ത്രി എന്ന് പറഞ്ഞാൽ ആരാണ്? അതിനെ നാം മനസ്സിലാക്കേണ്ടത്, തൻ്റെ അഭിപ്രായം മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ എല്ലാ അധികാരവും ഉള്ള വ്യക്തിയാണ്. ന്യായശാസ്ത്രി, അതായത് യഹൂദന്മാരുടെ മതപരമായ നിയമാവലികൾ, അവയിൽ പ്രത്യേകമായ പ്രാവീണ്യം പ്രാപിച്ച ഒരു വ്യക്തി, എ സ്പെഷ്യലിസ്റ്റ് ഇൻ ജൂയിഷ് റിലീജിയസ് ലോ. അപ്പോൾ മതപരമായ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അതിൻ്റെ അന്തിമ തീരുമാനം ഇങ്ങനെയുള്ളവരാണ് കൽപ്പിക്കേണ്ടത്. മഹാപുരോഹിതനുണ്ട്. അപ്പം മഹാപുരോഹിതനോടൊരു വലിയ പ്രശ്നം ഉന്നയിച്ചാൽ അദ്ദേഹം ന്യായശാസ്ത്രിയുടെ സഹായം തേടും. ആ ന്യായശാസ്ത്രികളിൽ നിന്ന് ലഭിക്കുന്ന ഉപദേശമനുസരിച്ചായിരിക്കും മഹാപുരോഹിതനും ഒരു തീരുമാനമെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ന്യായശാസ്ത്രീയത മനസ്സിലാക്കേണ്ടത് മതപരമായ പ്രശ്നങ്ങളെപ്പറ്റി
വിശ്വാസികൾ എന്ത് ചിന്തിക്കണം, പ്രത്യേകമായി ശ്രദ്ധിക്കുക, വിശ്വാസികൾ എന്ത് ചിന്തിക്കണം എന്ന് നിശ്ചയിക്കുന്ന വ്യക്തിയാണ്. സാധാരണ വിശ്വാസികൾക്ക് ഇപ്രകാരമുള്ള വിഷയങ്ങളിൽ അവർക്ക് ദൈവം നൽകിയ യുക്തിയും ചിന്തിക്കാനുള്ള കഴിവും അറിവും സമ്പത്തും ഒന്നും പ്രയോജനപ്പെടുത്തി ഒരു നിലപാട് രൂപീകരിക്കാനുള്ള അവസരമില്ല, അവകാശമില്ല. അത് മുഴുവനും അവരിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുകയാണ്. അതെവിടെയാണ് പുനഃസ്ഥാപിക്കുന്നത്? ന്യായശാസ്ത്രയിലാണ്. ഇത് മതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, മതത്തിൻ്റെ ഒരനിവാര്യതയാണ്. ഇനിയും ഇവിടെ ന്യായശാസ്ത്രിയും യേശുവും തമ്മിലുള്ള അഭിമുഖമാണ്. ഈ അഭിമുഖം സൃഷ്ടിക്കുന്നതിന് മുൻകൈയെടുത്തത് യേശുവല്ല, ന്യായശാസ്ത്രിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് മനോഹരമായ കാര്യങ്ങളാണ്. ഇത് ഉൾക്കൊണ്ട് നിങ്ങൾ ഈ ഭാഗം വീണ്ടും വായിച്ചാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഈ സംഭവത്തെ വേണ്ടതുപോലെ മനസ്സിലാകണമെങ്കിൽ യേശു എന്തുകൊണ്ട് ഇവിടെ ഒരു ഉപമയിൽ കൂടെ ന്യായശാസ്ത്രിയോട് ഇടപെട്ടു എന്ന് മനസ്സിലാകണമെങ്കിൽ യേശുവും ന്യായശാസ്ത്രിയും തമ്മിലുള്ള ആ വലിയ വ്യത്യാസം, ദ ഹ്യൂജ് കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ദി എക്സ്പെർട്ട് ഇൻ ജൂയിഷ് ലോ ആൻഡ് ജീസസ് ക്രൈസ്റ്റ്, ഹു came not to embody the law but love. യേശുവിൽ നാം കാണുന്നത് എന്താണ്? നിയമത്തോടുള്ള വിധേയത്വത്തിൽ നിന്ന് മനുഷ്യനെ ദൈവത്തെ സ്നേഹിക്കുക എന്ന അവസ്ഥയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വഴി നടത്തുന്ന വലിയ വിടുതലിൻ്റെ വ്യക്തിത്വമാണ് യേശുവിൻ്റേത്. ന്യായശാസ്ത്രിയുടെ വ്യക്തിത്വമോ മതപരമായ നിയമങ്ങൾ, അത് മനുഷ്യൻ അടിമയെപ്പോലെ അനുസരിക്കണം. അങ്ങനെ അനുസരിക്കണമെങ്കിൽ അതിനെപ്പറ്റി വ്യക്തിപരമായി ചിന്തിക്കുവാനുള്ള അനുവാദവും സ്വാതന്ത്ര്യവും വിശ്വാസികൾക്കുണ്ടാകരുത്. ആ സ്വാതന്ത്ര്യവും അവകാശവും 100% അവരിൽ നിന്ന് പറിച്ച് മാറ്റിയിട്ട് അത് മതത്തിൻ്റെ സംരക്ഷകരെന്ന് എല്ലാവരും കരുതുന്ന പല ശ്രേണിയിലുള്ള ആളുകൾ, അതിലൊന്നാണ് ന്യായശാസ്ത്രി. ന്യായശാസ്ത്രിയിൽ അത് നിക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് മതപരമായ ഒന്നിനെപ്പറ്റിയും ചിന്തിക്കുവാൻ അവകാശമില്ല. അവർ എന്ത് ചിന്തിക്കണം എന്ന് നിശ്ചയിക്കുന്നത് അത്ഭുതമാണ്. നിങ്ങൾ വാസ്തവത്തിൽ ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ജനം എന്ത് ചിന്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് അവരല്ല, ന്യായശാസ്ത്രികളാണ്. ഇതാണ് ന്യായശാസ്ത്രി. അത് മതത്തിൻ്റെ സ്വഭാവത്തെ രൂപകൽപ്പന ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്, ഒരു ഘടകമാണ് ഈ ന്യായശാസ്ത്രി. എന്നാൽ യേശുവിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് അവനെ അപമാനിക്കുന്നതിന് വേണ്ടി ചോദ്യം ചോദിക്കുന്ന ഈ ന്യായശാസ്ത്രി, അവൻ ആരോടാണ് ചോദ്യം ചോദിക്കുന്നത് എന്നതിനെപ്പറ്റി അവന് അറിവില്ലായിരുന്നു. അവനെല്ലാം അറിയാം, പക്ഷേ അറിയേണ്ടത് അറിഞ്ഞില്ല. അത് ഈ ലോകത്തിലെ വലിയ മഹാന്മാരെന്നും ചിന്തകരെന്നും ബുദ്ധിരാക്ഷസന്മാരെന്നൊക്കെ പറയുന്ന ആളുകൾക്ക് സാധാരണ പറ്റുന്ന അമളിയാണ്. അവർക്കെല്ലാം അറിയാം, അറിയേണ്ടതൊഴിച്ച് ബാക്കിയെല്ലാം അറിയാം. നന്നേ അറിയാം, പക്ഷെ അറിയേണ്ടത് അറിഞ്ഞുകൂടാ. ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ യേശു ആരാണ്? ഞാൻ ആദ്യം പറഞ്ഞു, ന്യായശാസ്ത്രി എന്നത് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസത്തെപ്പറ്റി, അവരുടെ വിശ്വാസ ജീവിതത്തെപ്പറ്റി, അവരുടെ നിത്യതയെപ്പറ്റി, അവരുടെ ആത്മാവിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ഒരു കാര്യത്തിലും ചിന്തിച്ച് ഒരു തീരുമാനമെടുക്കാനുള്ള അവസരമില്ലാതെ അത് മുഴുവനും അവരിൽ നിന്ന് അന്യാധീനപ്പെടുത്തി അത് കൈക്കലാക്കി ജനങ്ങൾ എല്ലാറ്റിനെയും പറ്റിയും എന്താണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് അവർക്ക് നിർബന്ധമായി പറഞ്ഞു കൊടുക്കുവാൻ അധികാരം പ്രാപിച്ചിരിക്കുന്ന വ്യക്തിയാണ് ഈ ന്യായശാസ്ത്രി. എന്ന് പറഞ്ഞാൽ മതമേഖലയിൽ മനുഷ്യൻ്റെ മൗലിക അവകാശങ്ങളെ 100% ധ്വംസിക്കുന്ന ഒരു ഔദ്യോഗിക പ്രവൃത്തിയാണ് ഇദ്ദേഹം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് സത്യമാകും.
യേശുവോ യേശുവോ. അതുകൊണ്ടാണ് ഈ 36-ാം വാക്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. യേശു പറയുന്നത്, നീ എന്ന് നിനക്ക് തോന്നുന്നു, ഈ മൂവരിൽ ആരാണ് മുറിവേറ്റ് കിടന്ന മനുഷ്യന് അയൽക്കാരൻ എന്ന് നിനക്ക് തോന്നുന്നു? മനസ്സിലാക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ എന്താണ്? 2 വാക്ക്. നിനക്ക് തോന്നുന്നു, 2 വാക്ക്. ആ 2 വാക്കിൻ്റെ അർത്ഥവും ആഴവും എത്ര വലുതാണ് എന്ന് ആരും മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയാണ് വചനം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് അന്യാധീനപ്പെടുത്തി എങ്ങും തൊടാതെ ജനങ്ങളുടെ മുമ്പിൽ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന് ജനം തിരിച്ചറിയണം. കാരണം ഇങ്ങനെ നമ്മുടെ ആത്മീകമായ പട്ടിണി വളരെ അധികം വർദ്ധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസമുള്ളവർ, ചിന്തിക്കാൻ കഴിവുള്ളവർ, അവരുടെ ആത്മീകമായ ആരോഗ്യത്തിൻ്റെ ചുമതല ഏറ്റെടുക്കണം എന്ന് പറയാനാണ്, അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ നിങ്ങളുമായി പങ്കിടുന്നത്. അപ്പോൾ യേശു പറയുന്നത്, നിനക്ക് എന്ത് തോന്നുന്നു? ഒരു ന്യായശാസ്ത്രി, ഒരു മഹാപുരോഹിതൻ, ഒരു ലേവ്യൻ, ഒരു പുരോഹിതൻ, ഒരു ഫാരിസി, ഒരു സാദൂക്യൻ, പരീശൻ, സാദൂക്യൻ, ഇവരാരും വിശ്വാസികളോട് ചോദിക്കാത്തൊരു ചോദ്യമാണ്, നിനക്ക് എന്ത് തോന്നുന്നു? ഇത് അതിമനോഹരമാണ്, അതിനേക്കാൾ ശ്രദ്ധേയമാണ്. എന്തുകൊണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. യേശു മതമേഖലയിൽ മനുഷ്യൻ്റെ ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അതിനോട് ബന്ധിച്ച് ഒരു കാര്യവും ഒരു വ്യക്തിയുടെ മേലും അടിച്ചേൽപ്പിക്കുന്നില്ല. എന്തുകൊണ്ടാണ് യേശു ഉപമകളിൽ കൂടെ പഠിപ്പിച്ചത്? ഉപമകളിൽ കൂടെ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നതിൻ്റെ ഒരു വലിയ നല്ല വശം, അതിൽ യാതൊരു വിധത്തിലുള്ള ഹേമവുമില്ല എന്നുള്ളതാണ്. ഒരു ഉപമയിൽ കൂടെ യേശു ചെയ്യുന്നത്, ആ ഉപമ കേൾക്കുന്ന വ്യക്തികൾക്കോ വസ്തുനിഷ്ഠമായി ചിന്തിക്കുവാനുള്ള ഒരു ചട്ടക്കൂട്, ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് യേശു വിശദീകരിച്ച് കൊടുക്കുന്നേ ഇല്ല. അത് കണ്ടുപിടിക്കേണ്ടത് കേൾക്കുന്ന ആളുകളാണ്. നിങ്ങൾക്കെന്ത് തോന്നുന്നു? ആവർത്തിച്ച് ഓരോ ഉപമയും അതിലങ്ങനെ എഴുതിയിട്ടില്ല എങ്കിലും അതങ്ങനെ ആണ് ആവിഷ്കരിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദൈവരാജ്യത്തെ പറ്റിയുള്ള അനേക ഉപമകളുണ്ടെന്ന് നമുക്കറിയാം. അതിലൊന്നും ഞാൻ പറഞ്ഞ ഉപമയുടെ അർത്ഥം ഇതാണെന്ന് യേശു പറയുന്നില്ല. നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്ന ചോദ്യമാണ് അവിടെ. എന്നാൽ യേശു അല്ലാതെ മറ്റാരെങ്കിലും മതമേഖലയിൽ പ്രവർത്തിച്ചാൽ അവരൊരിക്കലും നിനക്കെന്ത് തോന്നുന്നു എന്ന് ചോദിക്കാറില്ല. അവർ ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്ത് തോന്നണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതാണ് വ്യത്യാസം. യേശു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, അങ്ങനെ തോന്നാനുള്ള, ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും അതിൻ്റെ ഫലമായി തോന്നുവാനും നിങ്ങൾക്ക് 100% സ്വാതന്ത്ര്യമുണ്ട്. ഞാനതിനെ മാനിക്കുന്നു, വിലമതിക്കുന്നു. അതേസമയം യേശുവിൻ്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തീയ സഭകൾ, യേശുവിൻ്റെ മണവാട്ടിയെന്നും യേശുവിൻ്റെ ശരീരമെന്നും അവകാശപ്പെടുന്ന ഈ സഭകൾ, അവയുടെ ഉള്ളിൽ യേശുവിൻ്റെ മതപരമായ സമീപനത്തിൻ്റെ ഒരു മുഖ്യ സ്വഭാവമായ എല്ലാവരുടെയും ചിന്തിക്കുവാനും മനസ്സിലാക്കുവാനും ഉള്ള അവകാശത്തെ, സ്വാതന്ത്ര്യത്തെ 100% മാനിക്കുന്ന യേശുവിൻ്റെ പേരിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഈ മതസംവിധാനങ്ങളിൽ ഒന്നിൽ പോലും വിശ്വാസികൾക്ക് അവരുടേതായ അനുഭവത്തിൽ കൂടെയും അറിവിൽ കൂടെയും ലക്ഷ്യബോധത്തിൽ കൂടെയും ദൈവത്തോടുള്ള ബന്ധത്തിൽ കൂടെയും അവരുടെ മനസാക്ഷിയുടെ വെളിച്ചത്തിൽ കൂടെയും പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയിൽ കൂടെയും അവർക്ക് ചിന്തിച്ച് അവർക്ക് ഇതിനെപ്പറ്റി എന്ത് തോന്നണം എന്നൊരു ചോദ്യം ഉദിക്കുന്നേ ഇല്ല.
അങ്ങനെ ആരെങ്കിലും പറയുകയാണ്, എനിക്ക് ഇതിനെപ്പറ്റി ഇങ്ങനെയാണ് തോന്നുന്നത്, ആ തോന്നൽ ഔദ്യോഗികമായ നിലപാടിൽ നിന്ന് അല്പം വ്യത്യാസമുണ്ടെങ്കിൽ അങ്ങനെ തോന്നുന്നവൻ വെളിയിലാണ്, പുകഞ്ഞ കൊള്ളി പുറത്ത്. ഈ വ്യത്യാസം മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ്? മതമേഖല യേശുവിൻ്റെ കാലത്തും അതിനു മുൻപും അതിന് പിൻപും നാളിതുവരെയും സത്യമായി പറഞ്ഞാൽ അടിമത്തത്തിൻ്റെ മേഖലയാണ്. മതമേഖലയെ നിങ്ങൾ തിരിച്ചറിയേണ്ട അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വശം എന്താണ്? ലോകത്തിലുള്ള എല്ലാ സംസ്കാരത്തിലും മനുഷ്യന് മതസ്വാതന്ത്ര്യം അനുവദിച്ചിട്ടുണ്ട്. രാഷ്ട്രീയക്കാർ, സെക്യുലറായിട്ടുള്ള ചിന്തകർ, സാംസ്കാരിക നേതാക്കന്മാർ, നിരീശ്വരവാദികൾ മനുഷ്യന് ചിന്തിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നുണ്ട്. നിരീശ്വരവാദികൾ പോലും മനുഷ്യന് മതസ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് നിർബന്ധം പിടിക്കുന്നുണ്ട്. അവർ പറയും, ഞങ്ങൾ മതത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ ആർക്കെങ്കിലും മതത്തിൽ വിശ്വസിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾക്കതിൽ പ്രയാസമില്ല. പക്ഷേ ഞങ്ങളെപ്പോഴും പറയും ദൈവമില്ല എന്നുള്ളത് പറയും. മതം മനുഷ്യന് ഇത് ചെയ്യും അത് ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തെ മറ്റെല്ലാവരും മാനിക്കുന്നുണ്ട്, മതസ്വാതന്ത്ര്യത്തെ. എന്നാൽ വിചിത്രമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മതസ്വാതന്ത്ര്യത്തെ അല്പം പോലും മാനിക്കാത്തത്, അല്പം പോലും അനുവദിക്കാത്തത് മത സംരക്ഷകരാണ്. ഇപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. എനിക്ക് വേദപുസ്തകമുണ്ട്, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, എനിക്ക് വായിക്കാൻ കഴിവുണ്ട്, ചിന്തിക്കുവാൻ കഴിവുണ്ട്, ചില സത്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവുണ്ട്. എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പോഷകങ്ങൾ ഇന്നതായിരിക്കണം എന്ന് എനിക്കറിവുണ്ട്. അതനുസരിച്ച് ഞാൻ വചനത്തോട് ബന്ധപ്പെടുകയും എൻ്റെ ആത്മീയമായ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും ചെയ്താൽ അതിലുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടാകുകയില്ല. ആ സ്വാതന്ത്ര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തു മതത്തിൻ്റെ ശത്രുവാണെന്ന് ചിത്രീകരിക്കപ്പെടും. ഇതാണ് ഇതിൻ്റെ പച്ച പരമാർത്ഥം. എന്നാൽ ഒരിക്കലും അങ്ങനെ ആകരുത് എന്നാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യേശു ന്യായശാസ്ത്രിയോട് ചോദിക്കുന്നത്, നിനക്ക് എന്ത് തോന്നുന്നു? സുഹൃത്തുക്കളെ, ഞാൻ ക്രിസ്ത്യാനികളായ സഹോദരന്മാരെ പ്രത്യേകം അഭിസംബോധന ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ നാളിന്ന് വരെ ഏതെങ്കിലും ഒരു പുരോഹിതനോ ഒരു മെത്രാനോ ഒരു വേദശാസ്ത്ര പണ്ഡിതനോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ച ഒരു അനുഭവം നിങ്ങൾക്ക് പറയാം? നമ്മുടെ ഇടയിൽ ഒരു 10 ലക്ഷം ആളുകളോട്, ഒരു 10 ലക്ഷം ക്രിസ്ത്യാനികളോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ. അവരിൽ ആർക്കും ഒരിക്കൽ പോലും അവരോട് മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ, ക്രിസ്തു മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ ഏതെങ്കിലും ഒരു പുരോഹിതനോ ഒരു മെത്രാനോ ഏതെങ്കിലും ഒരു വിശ്വാസിയോട് അബദ്ധത്തിൽ പോലും ഈ ഒരു ആത്മീയ പ്രശ്നത്തെപ്പറ്റി നിനക്കെന്ത് തോന്നുന്നു എന്ന് ചോദിക്കില്ല. എന്നാൽ നിനക്കെന്ത് തോന്നണം എന്ന് പറയും. ഈ വചന ശുശ്രൂഷ എന്നൊക്കെ പറയുമ്പോൾ അതൊരു മസ്തിഷ്ക പ്രക്ഷാളനമായി അധപ്പതിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഇതിനെപ്പറ്റി എന്ത് ചിന്തിക്കണം, നിങ്ങൾ ഇതിനെപ്പറ്റി എങ്ങനെ തോന്നണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് ഇതിനെപ്പറ്റി ഇതാണ് തോന്നുന്നത് എന്ന് പറയാൻ വിശ്വാസിക്ക് ഒരു വേദിയില്ല, സ്വാതന്ത്ര്യമില്ല. ആ ഒരു വശം വെച്ച് ചിന്തിക്കുമ്പോൾ വിശ്വാസി അടിമയാണ്. കാരണം ഒരടിമയുടെ അവസ്ഥ എന്താണ്? എനിക്ക് ഇതാണ് തോന്നുന്നത് എന്ന് പറയാൻ അടിമയ്ക്ക് സ്വാതന്ത്ര്യമില്ല. സ്വാതന്ത്ര്യമുള്ളവരത് പറയാൻ ഒക്കും, അടിമയ്ക്കത് പറയാൻ സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെ ഇത് പറയാൻ എനിക്ക് ഇന്നതാണ് തോന്നുന്നത് എന്ന് സത്യസന്ധമായി ആത്മാർത്ഥമായി പറയാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയിൽ കഴിയുന്നവൻ വിശ്വാസിയല്ല, അവൻ അടിമയാണ്. ഈ അടിമത്തത്തെ യേശു തിരിച്ചറിഞ്ഞു. അതിൽ നിന്ന് മനുഷ്യരെ വിടുവിക്കുക അനിവാര്യമാണ്, അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി. അതാണ് തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 18-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഞാൻ അടിമകളെ വിടുവിക്കാൻ വന്നു. ആരാണ് അടിമകൾ? മതത്തിൻ്റെ ഉള്ളിൽ അടിമകളായി കഴിയുന്നവരെ അവിടെ നിന്ന് വിടുവിച്ച് അവരെ ദൈവരാജ്യത്തിൻ്റെ വിശാലതയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് എൻ്റെ ദൗത്യത്തിൻ്റെ രത്നച്ചുരുക്കമെന്ന് യേശു വ്യക്തമായി പറഞ്ഞിട്ടില്ലേ?
പക്ഷെ അത് മനസ്സിലാക്കാൻ നമുക്ക് എന്തുകൊണ്ടോ ധൈര്യമുണ്ടാകുന്നില്ല. ആ ഒരു യാഥാർത്ഥ്യത്തെ നാം തിരിച്ചറിയണം. നാം അടിമകളായിരിക്കുവാനല്ല ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ച് മനുഷ്യരാശിയുടെ വിടുതലിന് വേണ്ടി ഇത്ര വലിയ വില കൊടുത്തത്. ഇത് വ്യക്തമായി അറിഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യത്തിലേക്കല്ലോ ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇനിമേലാൽ അടിമത്തത്തിൻ്റെ നുകത്തിൻ്റെ കീഴിലായി പോകരുത്. യേശു നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിച്ചു എന്നതിൻ്റെ തെളിവെന്താണ്? എല്ലാ സാഹചര്യങ്ങളിലും യേശു ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്ത് തോന്നുന്നു? നിനക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾ 4 സുവിശേഷം വായിച്ച് അതിലെവിടെയെങ്കിലും യേശു തൻ്റെ അഭിപ്രായത്തെ ആരുടെ എങ്കിലും മേൽ അടിച്ചേൽപ്പിച്ചതായി നിങ്ങൾക്ക് കാണിക്കാമോ? യേശു എന്താണ് പറഞ്ഞത്? കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. യാതൊരു നിർബന്ധവുമില്ല. ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു, അതിനെ നിങ്ങൾക്ക് ദൈവം തന്ന ബുദ്ധിയും അറിവും പരിചയസമ്പത്തും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൽ കൂടെ ലഭിച്ചുകൊണ്ടേയിരിക്കുന്ന കൃപകളും നടത്തിപ്പും അനുസരിച്ച് നിങ്ങൾ അവയെപ്പറ്റി ചിന്തിച്ച് അതിൻ്റെ ആത്മീയമായ വെളിച്ചത്തെപ്പറ്റി നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങളത് സ്വീകരിക്കുക. അല്ല, നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിക്കണമെന്നോ സ്വീകരിക്കണമെന്നോ ഞാൻ ഒരിക്കലും പറയുകയില്ല. അതാണ് യേശുവിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് യേശുവിനെ കുഞ്ഞാടെന്ന് പറയുന്നത്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. സ്നാപക യോഹന്നാൻ്റെ സാക്ഷ്യമാണ്, നമുക്കറിയാം. എന്താണ് കുഞ്ഞാട്? തൻ്റെ അഭിപ്രായത്തെ ആരുടെ മേലും അടിച്ചേൽപ്പിക്കാതെ, അതേസമയം തന്നെ താൻ അറിയുന്ന സത്യത്തിൽ നിന്ന് ഒരിക്കലും വ്യതിചലിക്കാതെ അന്ത്യം വരെയും ആ സത്യത്തിന് സാക്ഷിയായി നിൽക്കുകയും ആ സത്യത്തോട് നിങ്ങൾ എപ്രകാരം ബന്ധം പുലർത്തണമെന്ന് തീരുമാനിക്കാൻ നിങ്ങൾക്കുള്ള സ്വാതന്ത്ര്യത്തെ 100% മാനിക്കുകയും ചെയ്യുന്ന ഒരു സമീപനത്തെയാണ് കുഞ്ഞാട് എന്ന പ്രതീകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കട്ടെ. അപ്പോൾ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആധികാരിക സ്വഭാവമാണിത്. എല്ലാവരുടെയും തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ മാനിക്കുക, എല്ലാവർക്കും ചിന്തിക്കുവാനുള്ള മൗലികമായ അവകാശം അനുവദിക്കുക. അല്ലാതെ, അതായത് ചിന്തിക്കുവാനും സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള സ്വാതന്ത്ര്യമില്ലാത്തവൻ മനുഷ്യനല്ല, അവൻ മൃഗമാണ്. അങ്ങനെ മനുഷ്യനെ ഒരു തരത്തിലുള്ള മൃഗങ്ങളാക്കി തീർക്കുന്ന സമീപനമാണ് സംഘടിതമായ മതത്തിൻ്റേത് എന്നത് യേശു അന്നത്തെ യഹൂദൻ്റെ ജീവിത അവസ്ഥകളിൽ നിറഞ്ഞു നിന്ന പരാധീനത കണ്ട് മനസ്സലിഞ്ഞ് ദുഃഖത്തോടെ തിരിച്ചറിഞ്ഞു എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരിക്കൽ പോലും തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ നിങ്ങൾ ഇതാണ് ചിന്തിക്കേണ്ടത്, ഇത് മാത്രമാണ് ചിന്തിക്കേണ്ടത്, ഇതല്ല, ഇത് ചിന്തിക്കാതിരുന്നാൽ അതിൻ്റെ പരിണിത ഫലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും, നിങ്ങൾ നരകത്തിൽ പോകും എന്നൊന്നും യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ല. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതേ സമീപനമാണ് തന്നെ അപമാനിക്കാനായി ജനക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന അഹങ്കാരിയായ ഈ ന്യായശാസ്ത്രിയോടും യേശു അവലംബിക്കുന്നത്. നിനക്ക് എന്ത് തോന്നുന്നു? അങ്ങനെ തോന്നാൻ, അങ്ങനെ നിലപാടെടുക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഞാനതിനെ 100% അംഗീകരിക്കുന്നു, വിലമതിക്കുന്നു, ബഹുമാനിക്കുന്നു. പക്ഷേ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഇതാണ്. നിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണമെന്ന് നീ കാണാപ്പാഠം പഠിച്ചു വച്ചിരിക്കുകയും തത്ത പോലെ ചൊല്ലുകയും ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ അർത്ഥം എന്താണെന്ന് അനുഭവത്തിൽ ഒരിക്കൽ പോലും അറിയുവാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം നീ ഈ ചട്ടക്കൂടിനുള്ളിൽ കൂടിൽ അടച്ചിട്ടിരിക്കുന്ന കിളിയെപ്പോലെ ഒരിക്കലും പറക്കുവാൻ അവകാശമില്ലാതെ, സ്വാതന്ത്ര്യമില്ലാതെ കഴിയുന്നൊരു വ്യക്തിയാണ്. നീ ഒരു ന്യായശാസ്ത്രി മാത്രമല്ല, നീ മതത്തിൻ്റെ ഒരു അടിമയാണ്. നീ മതത്തിൻ്റെ അധികാരിയല്ല, നീ മതത്തിൻ്റെ അടിമയാണ്. ആ അടിമത്വം നിൻ്റെ വ്യക്തിത്വത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന വൈകല്യം എത്ര വലുതാണ്. ആ വൈകല്യത്തിൻ്റെ പരസ്യമായ പ്രകടനമാണ് മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കുവാൻ ഇറങ്ങിയിരിക്കുന്ന യേശുവിനെ
ആരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് യേശു പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്? ആ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അപമാനിച്ച് അവൻ്റെ നന്മയുടെ മേൽ ചളിവാരി എറിയുക. അതാണ് ദൈവത്തോടുള്ള എൻ്റെ കടമയെന്ന് വിശ്വസിക്കത്തക്കവണ്ണം നിൻ്റെ ആത്മീയ ജീവിതം ഇത്രമാത്രം അധപ്പതിച്ചു പോയല്ലോ എന്നൊരു ദുഃഖം അവിടെയുണ്ട്. നിനക്ക് എന്ത് തോന്നുന്നു? നിനക്ക് എന്ത് തോന്നുന്നു? പ്രിയമുള്ളവരെ, ഒരു കാര്യം വ്യക്തമാണ്. യേശുവിനോടുള്ള നമ്മുടെ ബന്ധത്തിൽ നാം അതിരില്ലാതെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നു. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയത് ദൈവമാണ്. ഈ സ്വാതന്ത്ര്യത്തെ നിലനിർത്തുവാൻ ആവശ്യമായ കഴിവുകളും ദൈവമാണ് നൽകിയത്. ആ കഴിവാണ്, അതിൽ പ്രധാനമാണ് ചിന്തിക്കുക എന്നുള്ളത്. ചിന്തിക്കുന്നവന് മാത്രമേ ആന്തരികമായ സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. ചിന്തിക്കാത്തവൻ മറ്റുള്ളവർ പറയുന്നത് അതുപോലെ വിഴുങ്ങുകയും അവരുടെ അഭിപ്രായങ്ങളുടെ അടിമയായി മാത്രം ഇരിക്കാൻ അവകാശമുള്ളവനാണ്. മനുഷ്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ രണ്ടാമത്തേതും ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതുമായ ഘടകമാണ്, അതായത് ചിന്തിക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഘടകമാണ് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം പ്രയോജനപ്പെടുത്തുക. മനുഷ്യൻ്റെ മനസ്സും ആത്മാവും തമ്മിൽ യാതൊരു ഡിസ്കണ്ടിന്യൂറ്റിയുമില്ല. മനുഷ്യൻ്റെ മാനസികമായ അവസ്ഥയുടെ ഏറ്റവും പരമമായ അവസ്ഥയാണ് ആത്മാവ്. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനസ്സുകൊണ്ട് ഭൗതികമായ കാര്യങ്ങളെപ്പറ്റി നമുക്ക് യുക്തിപരമായി ചിന്തിക്കാൻ കഴിയുന്നു. പക്ഷേ ആത്മാവ് കൊണ്ട് ഈ പരിമിതികളെയൊക്കെയും അതിജീവിച്ച് അഭൗമമായതിനെ, മനുഷ്യബുദ്ധിയെ കവിയുന്ന മർമ്മങ്ങൾ, അതെന്താണെന്ന് ഭാഷയിൽ കൂടെ പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. അഭൗമമായതിനെ മനുഷ്യൻ്റെ കഴിവുകൾ അതിൻ്റെ പരിധിക്ക് അപ്പുറമായി സ്ഥിതി ചെയ്യുന്ന സാധ്യതകളുടെ സഹായത്താൽ വിശാലമായി മനസ്സിലാക്കുവാനും അതിനനുസരിച്ച് വ്യക്തിത്വത്തെ രൂപീകരിക്കുവാനുമുള്ള അത്ഭുതകരമായ കഴിവാണ് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ആത്മാവ്. മനുഷ്യൻ്റെ ശരീരത്തിന് കാര്യമായ പരിമിതിയുണ്ട്. മനുഷ്യൻ്റെ മനസ്സിന് അതിനേക്കാൾ പരിമിതി കുറവാണ്, എന്നാലും പരിമിതിയുണ്ട്. മനുഷ്യൻ്റെ ആത്മാവിന് പരിമിതി ഇല്ല തന്നെ. അനന്തമായ സാധ്യതകൾ, അതാണ് ആത്മാവ്. ആ അനന്തമായ സാധ്യത, അനന്തമായ ദൈവമാണ്, അന്തമില്ലാത്തത്. അതുകൊണ്ട് മനുഷ്യൻ്റെ ശരീരം, അതിനുശേഷം മനസ്സ്, ആത്മാവ്, അത് ദൈവവുമായി കൂട്ടിമുട്ടി നിൽക്കുകയാണ്. പക്ഷേ ആ തലത്തിൽ ചിന്തിക്കുവാനും അവസ്ഥകളെയും യാഥാർത്ഥ്യങ്ങളെയും തിരിച്ചറിയുവാനും നാം കൂട്ടാക്കാത്തിടത്തോളം കാലം നാം ഒരിക്കലും നമ്മുടെ ആത്മീയമായ വശങ്ങൾ ഉപയോഗിക്കാതെ, അത് വളർന്ന് വികസിക്കാതെ മുരടിച്ചിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയൊരു സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ ആളുകൾ കളിയാക്കാലും സാരമില്ല. അനുഭവിച്ച സത്യങ്ങൾ സാക്ഷീകരിക്കാതിരിക്കാൻ എനിക്ക് കഴിയാത്തതുകൊണ്ട് ഞാനത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയൊരു തലമുണ്ട്, അങ്ങനെയൊരു സാധ്യതയുണ്ട്, അങ്ങനെയൊരു യാഥാർത്ഥ്യമുണ്ട്. മനുഷ്യബുദ്ധിയെ കവിയുന്ന ഒരു മേഖലയുണ്ട്. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, എക്കാലത്തും ചിന്തിക്കുന്ന മനുഷ്യർ തിരിച്ചറിഞ്ഞിരുന്നു. നിങ്ങൾ പ്ലേറ്റോയുടെ ഫിലോസോഫിക്കൽ വിഷൻ പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു, ആശയങ്ങളുടെ ഒരു ഗോളമുണ്ട്. ദർ ഇസ് എ റെൽം ഓഫ് ഐഡിയാസ് വിത്ത് ക്യാപിറ്റൽ ഐ. അവിടെ നിന്ന് അത് മനുഷ്യൻ്റെ അനുഭവത്തിലേക്ക് ഒഴുകി വരുവാൻ വ്യഗ്രത അനുഭവിക്കുന്നു. കാലാകാലങ്ങളിൽ ഓരോ വ്യക്തികളെ തിരഞ്ഞെടുത്തിട്ട് ആ ഗോളവും മനുഷ്യൻ്റെ അവസ്ഥയും തമ്മിൽ ബന്ധം സ്ഥാപിക്കുന്നതിനു വേണ്ടി അങ്ങനെയുള്ള വ്യക്തികളെ ഉപയോഗിക്കുന്നു. ആ പ്രോസസ്സിന് എൻറ്റെലക്കി എന്നാണ് പറയുന്നത്. Enteleki is the process by which a chosen individual serves as a conduit between the realm of ideas and the realm of existence. അത് മലയാളത്തിൽ എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ കഴിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞത്. അത് വ്യക്തമായി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് യേശു വളരെയധികം ഊന്നൽ കൊടുത്തു പറയുന്നത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം ദൈവം നൽകിയതാണ്. ആ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ദൈവം നൽകിയതാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവം നൽകിയ ഈ കഴിവ്
ഉപയോഗിക്കുക എന്നത് നിങ്ങളുടെ കടമയായി കരുതണം. അത് മതമേഖലയിലാണെങ്കിലും രാഷ്ട്രീയ മേഖലയിലാണെങ്കിലും സാംസ്കാരിക മേഖലയാണെങ്കിലും വൈകാരിക മേഖലയിലാണെങ്കിലും നിങ്ങൾ ദൈവം നൽകിയിട്ടുള്ള കഴിവുകൾ ഉപയോഗിക്കണം. ലഭിച്ച ഒരു താലന്തുകൊണ്ട് കുഴിച്ചിട്ട നികൃഷ്ടനായ ആ ഭൃത്യനെ പോലെ നിങ്ങളാകരുത്. എല്ലാ കഴിവുകളും ഉപയോഗിക്കാനാണ് നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ദൈവദത്തമായ കഴിവുകൾ ഉപയോഗിക്കുവാൻ സ്വാതന്ത്ര്യമില്ലാത്തത് ഒരിക്കലും ദൈവികമാകുകയില്ല. മതം എന്ന വാക്കുകൊണ്ട് ദൈവികമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പലപ്പോഴും മതവും ദൈവവും പരസ്പര പൊരുത്തമില്ലാത്ത പ്രതിഭാസങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ ആത്മീകമായ സ്വാതന്ത്ര്യത്തെ നിങ്ങളിൽ നിന്ന് അന്യാധീനപ്പെടുത്തുന്ന ഒന്നിനോടും നിങ്ങൾ പൊരുത്തപ്പെടരുത്. സ്വാതന്ത്ര്യം നിങ്ങൾക്ക് ദൈവം നൽകിയതാണ്. അപ്പോസ്തലരുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിലേക്കല്ലോ ക്രിസ്തു നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, അടിമത്തത്തിലേക്കല്ല എന്നാണ് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അടിമത്തത്തിൻ്റെ നുകം വഹിച്ചുകൊണ്ട് അതാണ് ഞങ്ങളുടെ അഭിമാനം എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഇത് മനുഷ്യന് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ഇടിവാണ്, അപമാനമാണ് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് ഈ അവസ്ഥയിൽ കഴിയുന്ന ആളുകൾ, മതത്തിൻ്റെ ചട്ടക്കൂടിനുള്ളിൽ അടിമത്വത്തിൽ മാത്രം കഴിയുന്ന ആളുകൾ, അവർ ജീവിക്കാൻ മറന്നു പോകുന്നു. അവരാരാണെന്ന് പോലും അവർക്കറിയാൻ സാധിക്കുന്നില്ല. അവരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആ അവസ്ഥ തിരിച്ചറിഞ്ഞിട്ടാണ് യേശു ഈ മനുഷ്യരുടെ അവസ്ഥ ഇടയനില്ലാത്ത ആടുകളെ പോലെയാണ്, അവർ അലഞ്ഞും മലഞ്ഞുമിരിക്കുന്നു, അവരുടെ അവസ്ഥ പരിതാപകരമാണ് എന്ന് യേശു മനസ്സിലാക്കി. ആ ഒരു അവസ്ഥയ്ക്ക് അല്പം പോലും വ്യത്യാസം ഇന്നും വന്നിട്ടില്ല. മനുഷ്യൻ ഇന്നും മതത്തിൻ്റെ മേഖലയിൽ അടിമയായിട്ടാണ് കഴിയുന്നത് എന്ന യാഥാർത്ഥ്യം ദയവായി തിരിച്ചറിയണമേ എന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചിന്ത ഇവിടെ ഉപസംഹരിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ നന്ദി, നമസ്കാരം.